LDF മുൻകാലങ്ങളില്ലാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും CPIMന്റെ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ G. സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഷൊർണൂരിലെ പഴയ MLAയും പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗവുമായ PK ശശി പാർട്ടി വിട്ട് പുറത്തു വന്നിരിക്കുന്നു. ദേവികുളം MLA ആയിരുന്ന S. രാജേന്ദ്രൻ CPM വിട്ട് BJPയിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ നേരത്തെ 3 ടൈം MLA ആയിരുന്ന ഐഷ പോറ്റി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. ഇങ്ങനെ മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അന്തഛിദ്രങ്ങൾ അല്ലെങ്കിൽ വിമതത്വം ഒക്കെ CPIMനകത്ത് LDFനകത്ത് ഇക്കുറി ശക്തമാണ്. ഈ വെല്ലുവിളികളിൽ എല്ലാം അതിജീവിച്ച് മൂന്നാമതും തുടർഭരണം യാഥാർത്ഥ്യമാക്കുക, ചരിത്രം തിരുത്തിക്കുറിക്കുക എന്ന ലക്ഷ്യമാണ്, വെല്ലുവിളിയാണ് CPIMും അത് നയിക്കുന്ന LDFും ഏറ്റെടുത്തിരിക്കുന്നത്. കുറഞ്ഞത് 100 സീറ്റിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. മുഖ്യമന്ത്രി വെച്ചിരിക്കുന്ന ടാർഗറ്റ് തന്നെ 110 സീറ്റിൻ്റെതാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരടക്കം ഉള്ള ആളുകളെ വിളിച്ചാണ് 110 സീറ്റിൻ്റെ ടാർഗറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സിറ്റിംഗ് MLAമാരെ ഏതാണ്ടും ബഹുഭൂരിപക്ഷത്തെയും രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു മത്സരത്തിലാണ് CPIM തയ്യാറെടുക്കുന്നത്. അതായത് സിറ്റിംഗ് MLAമാരെ മത്സരിപ്പിക്കാൻ കാരണം അവർക്ക് മണ്ഡലത്തിലുള്ള ബന്ധങ്ങൾ വോട്ടായി മാറുകയും അവർ ഏതാണ്ട് ജയിച്ചു വരികയും ചെയ്യുമെന്നാണ്. ഏത് സാഹചര്യത്തിലും ഏതാണ്ട് കുറഞ്ഞത് 70-75 സീറ്റിലേക്കെങ്കിലും ജയിച്ചു വരാൻ കഴിയുമെന്ന് CPIM കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ രാഷ്ട്രീയമായ വെല്ലുവിളികൾ, ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ള പ്രശ്നം, ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള കാതലായ വിശ്വാസപരമായ വിഷയങ്ങൾ, ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുയർന്ന മറ്റ് വിവാദങ്ങൾ ഒക്കെ തന്നെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും ഇതിനെയെല്ലാം മറികടന്ന് വികസന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ കഴിയും. ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേട്ടമായി മാറും എന്ന പ്രതീക്ഷയാണ് പൊതുവിൽ CPIMും LDFും പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഈ മൂന്നാം തവണയും ഭരണം എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ അക്കാര്യത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ എന്താവും ഫലമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.